ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നാളെ നമ്മുടെ ഇഷിത ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് വരും കേട്ടോ. എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വിനോദിന്റെയും സുചിത്രയുടെയും കാര്യം എങ്ങനെയെങ്കിലൊക്കെ വീട്ടിൽ അവതരിപ്പിച്ചേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മുടെ അരുന്ധതി ആണെങ്കിൽ മഹേഷിനെ വിളിക്കുന്നുണ്ട്. മഹേഷെ, എനിക്ക് തന്നോട് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ, അതിനെന്താ മേഡം പറഞ്ഞോളൂ എന്ന് പറയാണ്. അയ്യോ, ഫോണിൽ കൂടി പറ്റില്ല, നേരിട്ട് വേണം എന്ന് പറയണം. അങ്ങനെ എവിടെ വെച്ചിട്ടാ കാണുന്ന, താൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ വന്നേക്ക് എന്ന് പറയണം. അങ്ങനെ മഹേഷ് വീണ്ടും അരുന്ധതിനെ കാണാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് പോവാട്ടോ. ആ സമയത്ത് അനുഗ്രഹ പറയണ്ടേ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം എന്ന് പറയാണ്. അല്ല, അനുഗ്രഹക്ക് എന്താ ഒരു നാണം പോലെ എന്ന് മഹേഷ് പറയുമ്പോ, അതൊക്കെ ഉണ്ടെന്നേ, ഞാൻ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ മഹേഷിനും അത് മനസ്സിലാവും. എന്താ മേഡം കാര്യം? എന്തോ സീരിയസ് ആണെന്ന് തോന്നണല്ലോ. ചെറിയൊരു സീരിയസ് ആണ്. മഹേഷിന് അറിയാവല്ലോ, എനിക്ക് ഈ ലോകത്ത് എന്റെ മോൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് കല്യാണപ്രായമായി, പക്ഷെ ഒരാൾക്കും പിടികൊടുക്കുന്നില്ല. അവള് ഒരുപാട് നല്ല നല്ല ആലോചനകൾ അവൾക്ക് വന്നതാണ്. അവൾക്ക് ഈ ലോകത്ത് ഞാനേ ഉള്ളൂ. അതും അറിയാലോ മഹേഷിന്, എനിക്കല്ല അറിയാവുന്നല്ലേ മേഡം. അതുകൊണ്ടല്ലേ അനുഗ്രഹന് ഇഷിതയുടെ വീട്ടിൽ തന്നെ ഞാൻ നിർത്തിയത്. അവള് ഭയങ്കര കാര്യമാണ്. ഇഷിതയുടെ അമ്മയും അച്ഛനും ഇഷിതനെ പോലെ തന്നെയാണ് അനുഗ്രഹനെ കാണുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവളെന്റെ എപ്പോഴും പറയും, മാഷച്ചൻ എന്നൊക്കെ എപ്പോഴും പറയും. പിന്നെ പ്രിയാമണിനെ അമ്മയായിട്ടാ കാണുന്നതെന്നൊക്കെ പറയും. അവൾക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ കഴിഞ്ഞാൽ അവൾക്ക് അവരെയാ ഇഷ്ടം എന്നൊക്കെ പറയാണ്. ഇത്ര പെട്ടെന്ന് അവരായിട്ട് അടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ടിട്ടായിരിക്കാം മഹേഷിന്റെ കുടുംബമായിട്ട് ഒരു ആലോചനക്ക് അവൾക്ക് സമ്മതമാണ്. എനിക്ക് മനസ്സിലായില്ല മേഡം എന്താ പറഞ്ഞു വരുന്നത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, വേറൊന്നുമല്ല, മഹേഷിന്റെ അനിയൻ വിനോദിന്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. അനുഗ്രഹക്ക് വിനോദ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡം പറഞ്ഞു വരുന്നത്, അതെ, അവൾക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് പറയാൻ പാടില്ല, കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമൊക്കെ ഉണ്ട്. ഒരുപാട് ആലോചന വന്നപ്പോഴും അവളൊക്കെ അത് ഉഴപ്പിക്കളഞ്ഞു. പക്ഷെ അതിന്റെ പിന്നിൽ രഹസ്യം ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു മഹേഷ്. അവളിപ്പോ തുറന്നു പറഞ്ഞതിനടുത്ത് വിനോദാണെങ്കിൽ അവൾ വിവാഹത്തിന് സമ്മതിക്കാന്ന്. മാത്രമല്ല, വിനോദിനെ വിവാഹം കഴിക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഫാമിലി അവൾക്ക് അത്രമാത്രം ഇഷ്ടമാണ്. ആ ഫാമിലി കൂടെ നിൽക്കാനായിട്ടാ എന്റെ മോള് ചെറുപ്പം മുതൽ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്, അനാഥയെ പോലെ. ഞാൻ മാത്രമല്ല അവൾക്ക് ഉണ്ടായുള്ളൂ. ഇപ്പോഴാണ് ഒരു ജോയിന്റ് ഫാമിലിയുടെ ആ ഒരു രസവും ആ ഒരു ത്രില്ലും ആ ഒരു അനുഭവമൊക്കെ അവൾക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് മഹേഷ്, തന്റെ അനിയനെ എന്റെ മോളെ കൊണ്ട് കെട്ടിക്കാവോ? അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആലോചന നോക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല വിനോദ്, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. മേഡം ഇത് ഉറപ്പിച്ചെന്ന് തന്നെ കൂട്ടിക്കോ. ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ ചെന്ന് സംസാരിക്കാം. അനുഗ്രഹം ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോ തന്നെ അമ്മക്കച്ഛനും അനുഗ്രഹനെ ഭയങ്കര ഇഷ്ടമായി. അന്ന് തന്നെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, അനുഗ്രഹം നല്ലൊരു പെൺകുട്ടിയാണല്ലോ, വിനോദിനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് അമ്മ തമാശക്ക് പറഞ്ഞതാണ്. എന്തായാലും അത് കാര്യമായല്ലോ. ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ സംസാരിക്കാം മേഡം. താങ്ക് യു സോ മച്ച് മഹേഷ്. എന്നിട്ട് എപ്പോ ഇതിന് മറുപടി പറയാം? ഞാൻ നാളെ പറയാം. ശരി, ആയിക്കോട്ടെ. അപ്പോ അനുഗ്രഹം, ഞാൻ പോവാണേ. ശരി ഏട്ടാ എന്ന് പറയണ്ട. അപ്പോഴേക്കും ഏട്ടനൊക്കെ ആയോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആള് മഹേഷ് ഏട്ടനെ വിളിക്കണത്, ഇപ്പൊ ഏട്ടാന്നൊക്കെ. ഓക്കെ, നീ എന്തായാലും എന്റെ അനിയന്റെ ഭാര്യയായിട്ട് നീ തന്നെയായിരിക്കും അനു വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹേഷ് അവിടെ നിന്ന് പോണത്. അനുഗ്രഹക്ക് ഭയങ്കര സന്തോഷമാവട്ടോ. അതേസമയം ഇഷിതയും വീട്ടിലേക്ക് വരുന്നുണ്ട്, വിനോദിന്റെ സുചിത്രയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അന്ന് രാത്രി തന്നെ ഇവിടേക്ക് പരസ്പരം സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇഷിത മഹേഷിനോടാണ് ആദ്യം ഈ കാര്യം പറയാൻ പോണത്. മഹേഷും ഇഷിതയുടെ തന്നെയാണ് ഈ അനുഗ്രഹയുടെ കാര്യം പറയാൻ വേണ്ടി വരുന്നത് കേട്ടോ. അന്ന് നേരത്തെയാണ് വീട്ടിലേക്ക് ഇഷിത എത്തുന്നത് തന്നെ നമ്മുടെ കൈലാസ് ഒരു മാതിരി വിഷിതനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വെള്ളം ഉറക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറയില്ലേ, ഈ കൈലാസിന് ശരിക്കും ഒരു കോഴി സ്വഭാവമാണ്. പക്ക കോഴി സ്വഭാവം തന്നെയാണ്. അതാണ് ഞാൻ എന്റെ ഇഷിതനെ കയറി പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം മുമ്പ് വീഡിയോ ഇട്ടത്. അത് വേറൊരു ലാംഗ്വേജിൽ ഇതാണ് ഞാൻ ഇട്ടത്. അങ്ങനെ ഈ ഇഷിതനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇഷിതടുത്ത് പറയുന്നുണ്ട്, സ്വപ്നയില് മോള് പോയി ഡ്രസ്സൊക്കെ മാറിട്ട് വാ, അമ്മ ചായ എടുക്കാം. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇഷിത ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇഷിതയുടെ വിചാരം ആ വീട്ടില് കൈലാസ് ഇല്ല എന്നൊരു തോന്നലിലാട്ടോ ഇഷിത വാതിൽ ശരിക്കും അടയ്ക്കാണ്ടാണ് ഡ്രസ്സ് മാറാൻ വേണ്ടി അകത്ത് കയറി പോണത്. പതുക്കെ പതുക്കെ പമ്മി കൈലാസും പതുക്കെ പോവുകയാണ്. വാതിൽ ചെറുതായിട്ട് തുറന്നിരിക്കുന്നുണ്ട്. ഇഷിതയാണെങ്കിൽ സാരിയുടെ പിന്നൂരിയാണ്. വായം പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈലിലൊന്ന് പകർത്തിയേക്കാം എന്നും കൈലാസ് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ മൊബൈൽ എടുത്തിട്ട് കൈലാസ് ആ ഫോട്ടോയും വീഡിയോസ് ഒക്കെ പകർത്താൻ പോണ സമയത്ത് തന്നെ ഇഷിതയുടെ ഫോൺ ബെല്ലടിക്കും കേട്ടോ. ഇഷിത പെട്ടെന്ന് സാരി അതങ്ങനെ തന്നെ ഇട്ടതിന് ശേഷം ഫോൺ എടുക്കുകയാണ്. അത് സുചിത്ര ആയിരിക്കും. എന്താടി, അത് ചേച്ചി വീട്ടിൽ സംസാരിച്ചോ? ഇല്ലടി, ഞാൻ വന്നില്ലേ ഉള്ളൂ, ഞാൻ സംസാരിച്ചിട്ട് നിന്നോട് പറയാം എന്ന് പറയണം. അപ്പോഴേക്കും സ്വപ്നവലി അങ്ങോട്ടേക്ക് വരുന്നതാ. ഇതാരി കൈലാസോ? ഞാൻ ഇഷിതടുത്ത് ഭയങ്കര ഒരു തലവേദന, അതിന്റെ ടാബ്ലറ്റ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതാണോ? അവൾ അങ്ങോട്ടേക്ക് വരും എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈലാസ് അവിടെ പോകേണ്ട ജസ്റ്റ് മിസ് എന്ന് പറയാണ്. ശേഷം ഇഷിത അടുക്കളയിൽ കയറിയിട്ട് 2 ദോശയൊക്കെ ചുടാൻ വേണ്ടി നിൽക്കുമായിരിക്കട്ടെ, ചിപ്പിക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ ദോശ ചുടുന്ന സമയത്ത് നമ്മുടെ കൈലാസ് അകത്തേക്ക് വരുവാണ്. എന്നിട്ട് പറയണ്ടേ, ഇഷിത, തനിക്ക് ചുരിദാറും സാരിയൊക്കെ നന്നായിട്ട് ചേരും, തനിക്കത്ര വണ്ണമൊന്നുമില്ലല്ലോ, ഏത് ഡ്രസ്സ് ഇട്ടാലും നന്നായിട്ട് ഇണങ്ങും. അപ്പോഴേക്കും ഇഷിത കൈലാസിനെ നോക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞത് എന്റെ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്റെ പെങ്ങളെടുത്ത് എനിക്ക് എന്തുവേണമെങ്കിലും പറയാലോ. അതൊക്കെ പറയാം. ഞാൻ എന്റെ പെങ്ങളെ പോലെ
പറയട്ടെ, ഈ കൈ ഒന്ന് കയറി പിടിച്ചോട്ടെ. ഇഷിതക്ക് വല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഈശ്വര സമ്മതം പോലും ഇല്ലാണ്ട് കൈലാസ് ഈശ്വരന്റെ കയ്യിലേക്ക് കയറി പിടിക്കാട്ടോ. നല്ല പഞ്ഞി പോലത്തെ കയ്യാ. ഡോക്ടർമാരുടെ കൈയെല്ലാം ഇങ്ങനെ ആയിരിക്കുമല്ലേ. ചേട്ടാ എനിക്ക് സമയമായി, ചിപ്പിക്ക് ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് തടി തപ്പുവാണ്. ശേഷം ഇഷിത ഹാളിൽ ഇരുന്നിട്ട് നെയിൽ പോളിഷ് ഇടുവായിരിക്കോട്ടോ. നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് ഒരു പത്രം വായിക്കണ പോലെ കൈലാസ് പത്രം വായിക്കണം. പതുക്കെ അതിന്റെ മുകളിൽ കൂടിയിട്ട് ഇഷിതനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷിതയുടെ കൈയും കാലും മുഖവും ഒക്കെ മാറി മാറി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ചിപ്പി എടുത്ത് പറയണ്ട്, ചിപ്പി നിന്റെ അമ്മ അതിസുന്ദരിയാണ് കേട്ടോ. ഞാൻ നിന്റെ അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലേ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്നോണ്ടേയിരിക്കും. വേറൊന്നുമല്ല, ഇങ്ങനത്തെ സുന്ദരിയായിട്ടുള്ള ഡോക്ടറെ അധികമൊന്നും കാണാൻ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ചേട്ടൻ എന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണല്ലോ. ചേട്ടൻ ഈ ശ്രദ്ധ ചേട്ടന്റെ ഭാര്യയുടെ കാര്യത്തിൽ കാണിച്ചൂടെ? എന്താ ഇഷിത അങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്നെ പെങ്ങളെ പോലെയല്ലേ കാണുന്നത്. എല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ചേട്ടൻ ഭാര്യനെ അത്ര ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാ പറഞ്ഞത്. ഓ മഞ്ജിമയോ, അവൾ എന്ത് ഡ്രസ് ഇട്ടാലും ഒരു ചേർച്ചയില്ലെന്നേ. ഉണ്ടപ്പക്രുവിനെ പോലെ അല്ലേ ഇരിക്കണത്, ഒരു ചേർച്ചയില്ല. ചേട്ടാ പ്ലീസ്, ബോഡി ഷേവിംഗ് പാടില്ല. ഒരു പെണ്ണ് കല്യാണം കഴിയുമ്പോൾ പല ചേഞ്ചസും ബോഡിയിലുണ്ടാവും. പ്രസവം കഴിയുമ്പോൾ അതിനേക്കാളും ഏറെ ചേഞ്ചസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതിനവളെ പ്രസവമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാണ്. ചേട്ടാ പ്ലീസ് ഇങ്ങനൊന്നും പറയല്ലേ. മഞ്ജമ്മച്ചിക്ക് സങ്കടവും. മഞ്ജമ്മച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. ചേട്ടന്റെ സ്വഭാവമൊക്കെ മാറി, ചേട്ടൻ ഇപ്പൊ ഭയങ്കര കാര്യമാണ്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ കൈലാസിന്റെ ഫോണിലേക്ക് ഒരു പെണ്ണ് വിളിക്കാട്ടോ. കൈലാസ് വേഗം തപ്പിത്തടഞ്ഞ് അപ്പുറത്തേക്ക് പോവാണ്. ഇഷിതക്ക് എന്തോ സംശയമൊക്കെ തോന്നുവാട്ടോ. അങ്ങനെ ഇഷിത ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും അടുക്കളയിലേക്ക് കയറാണ്. കൈലാസ് ആണെങ്കിൽ ഇഷിത എഴുന്നേറ്റിട്ടുണ്ടോ നോക്കി ഇങ്ങനെ നിൽക്കുവാട്ടോ. ആ സമയത്താണ് ഇഷിത ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോണത്. വീണ്ടും കൈലാസ് അടുക്കളയുടെ ഒരു മൂലക്ക് നിന്നിട്ട് ഇഷിതനെ തന്നെ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷിത ഇതൊന്നും തന്നെ കാണുന്നില്ല കേട്ടോ. കൈലാസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ ഒരു ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന രീതിയിൽ പതുക്കെ വീണ്ടും ഫോൺ എടുക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വിനോദ് വരുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല. ഇഷിത ഇന്ന് പറഞ്ഞിരുന്നല്ലോ ഇടയ്ക്ക് വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ ഞാൻ ഇന്ന് വരാൻ വേണ്ടത്തി എന്ന് വിനോദ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് വിനോദ് വരുന്നത് കേട്ടോ. വിനോദിന് പെട്ടെന്ന് കാര്യം മനസ്സിലാവുന്നുണ്ട് കൈലാസിന്റെ ആ ഇളക്കം. കാരണം വിനോദിനെ കൈലാസിന് ചെറിയ സംശയമൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കി ആർക്കും കൈലാസിന് സംശയമില്ല കേട്ടോ. ഈ കൈലാസ് ഇങ്ങനെ കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇഷിതയുടെ മേലിലായിട്ട് കുറ്റം ചാർത്തുന്നത്. ഇഷിത തന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ആകർഷണമായിട്ട് വരുവാണ്, തന്നെ മയക്കെടുക്കാൻ വേണ്ടി വരികയാണെന്നൊക്കെയാണ് കൈലാസ് പറഞ്ഞു വരുത്തുള്ളൂ. അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷിതയുടെ മേലിലാണ് കുറ്റങ്ങളൊക്കെ ചാർത്തുള്ളൂ. ഇഷിത ഈ കൈലാസ് പുറകെ നടക്കണമൊന്നും ആരും കാണില്ല. ഇഷിത അവന്റെ അടുത്തേക്ക് പോയി. ഇഷിത അവനെ വശീകരിക്കാൻ നോക്കി എന്നൊക്കെയാണ് മഞ്ജിമ പറഞ്ഞ് പടർത്തണത്. എന്തായാലും മഹേഷ് ഇവർ രണ്ടിനും അടിച്ച് പുറത്താക്കുന്ന ഭാഗം ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. എന്തായാലും കൈലാസ് ഭയങ്കര വൃത്തികെട്ടവനാണ് കേട്ടോ. ഞാൻ മറ്റു ലാംഗ്വേജിൽ കണ്ട അതിനേക്കാളും ഭയങ്കര വൃത്തികെട്ടവനാണ് ഈ കൈലാസ്. മറ്റേതെന്ന് വെച്ചാൽ ഇത് ഒരു വായനോട്ടവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ അങ്ങനെയല്ലല്ലോ. ഒരു മാതിരിയല്ലേ ഇഷിതടുത്ത് സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. നാളത്തെ എപ്പിസോഡ് ഭയങ്കര ഓവറാട്ടോ ഈ കൈലാസ്. എന്തായാലും കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ടേക്ക് കെയർ.